പണ്ടാരടങ്ങാൻ കേറണ്ടായിരുന്നു പുല്ല്. പാർട്ട് 3. അങ്ങനെ നമ്മൾ പൊന്മുടിയിലെത്തി. ഇവിടെ എത്തിയ സമയം ഏകദേശം 11 മണിയോളമായി. ഇത്ര അടുത്ത് കിടന്നിട്ടും ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊന്മുടി വരുന്നത്. ചെന്നപ്പോ തന്നെ നല്ല സുമാറ് വെയിൽ, എന്നാലും അവിടുത്തെ കാറ്റിനൊരു തണുപ്പുണ്ട്. അത് വന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റൂല എന്നല്ല, ചുറ്റുമുള്ളെല്ലാം നല്ല രീതി കാണാം. ആദ്യത്തെ ഉഷാറിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയുടെ മുകളിൽ കയറിയിരുന്നു. അവിടുന്ന് നേരെ നോക്കുമ്പോൾ ഒരു വ്യൂ, എന്റെ പൊന്നോ, അതൊക്കെയാണ് വ്യൂ. ഇത് കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്താണെന്നറിയാം, സ്കൂളിൽ ഇരുന്ന് കമ്പ്യൂട്ടർ നോക്കുന്നതാ. സെയിം വാൾപേപ്പർ. എത്ര നേരം നോക്കി നിന്നിട്ട് അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗി. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ എവിടെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ഫുള്ള് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ വരുത്തുള്ളൂ. അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഒരു പശ്ചാത്താപവും, അവിടെയും കൂടെ പോകണ്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ. എന്റെ ആ ഒറ്റ ചീത്ത സ്വഭാവം കാരണം പണ്ടാരടങ്ങാൻ ആ വെയിലത്ത് മൊത്തം അവിടെ കിടന്ന് കറങ്ങി. പക്ഷേ എന്റെ ആ സ്വഭാവം ഇവിടെ വെറുത്തായിരുന്നു. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വ്യൂ. അവിടുന്ന് കണ്ണ് മാറ്റാൻ എന്റെ കണ്ണ് പോലും സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു വിധം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിച്ചു. ഇതും കൂടെ ഒന്ന് റെനോവേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂവും ഒരു ഒന്നൊന്നര ഐറ്റം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. കുറച്ച് സ്ഥലത്ത് വെയിലുണ്ട്, കുറച്ച് സ്ഥലത്ത് വെയിലില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇനി ഞാൻ പൊന്മുടിയിൽ കയറാത്ത മലകളില്ല. അതിന്റെ ഇടയ്ക്കട ഒരുത്ത അവിടെ കിടന്ന് പട്ടിഷോ. അവനോട് ഉള്ള ആ ഒരു എതിർപ്പ് എന്നെ ഫോളോ ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തുക.